ജീവനുള്ള ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന വചന സന്ദേശം. പ്രശസ്ത സുവിശേഷകൻ ബ്രദർ സുരേഷ് ബാബു നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ ദൂതന്മാരിൻ ഭോജനത്തിനായി നിൻ ജനത്തെ പോഷിപ്പിച്ചു. ദൂതന്മാരിൻ ഭോജനത്തിനായി നിൻ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങെപ്പോലെ ആരുമില്ല നിൻ ജനത്തെ സ്നേഹിച്ചിടാൻ. അങ്ങെപ്പോലെ ആരുമില്ല നിൻ ജനത്തെ സ്നേഹിച്ചിടാൻ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ പാപത്തിൻ കരകൾ പോക്കാൻ പാവന രക്തം ചിന്തി. പാപത്തിൻ കരകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങെപ്പോലെ ആരുമില്ല യാഗമായി തീർന്നവനേ. അങ്ങെപ്പോലെ ആരുമില്ല യാഗമായി തീർന്നവനേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ടോർച്ച് ഓഫ് ട്രൂത്ത് കുടുംബം ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഞായറാഴ്ച ഒരു പള്ളിയിൽ മാത്രം പോകുന്നത് അല്ല. സ്വർഗം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അനുഭവിപ്പാൻ ഗുണം കഴിയും. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് കടന്നു പോകുമ്പോൾ യു ക്യാൻ എക്സ്പീരിയൻസ് ഹെവൻ ഓൺ ദിസ് പ്ലാനറ്റ്. ഈ ഭൂമിയിൽ സ്വർഗം നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയുക തന്നെ ചെയ്യും. കർത്താവിന്റെ പ്രാർത്ഥന എന്ന് സഭ വിളിച്ചു വരുന്നതായ ശിഷ്യന്മാർ യേശു കർത്താവ് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതായ പ്രാർത്ഥനയിലേക്ക് പിന്നെയും ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് ഇപ്രകാരം അത്രേ പറഞ്ഞത്: നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. 10-ാം വാക്യം
വാക്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്റെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്ന പോലെ ഭൂമിയിലും ആകണമേ. അത് ദൈവത്തിന് ഒരു ഹിതം ഉണ്ട്. കാരണം ദൈവം ഒരു ശക്തിയല്ല, ദൈവം ഒരു വ്യക്തി അത്രേ. യോഹന്നാൻ 4:24, 2 കൊരിന്ത്യർ 3:17 വേദപുസ്തകം പറയുന്നു, ദൈവം ആത്മാവ് അത്രേ. ചില അവസരങ്ങളിൽ ദൈവദാസന്മാരോട് ദൈവം പറഞ്ഞു, അതെ ഇന്ന സ്ഥലത്ത് പോകരുത്. മറ്റു ചില സ്ഥലങ്ങളിൽ ദൈവം പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോക. ചില സ്ഥലത്ത് ദൈവം പറഞ്ഞു ഇന്ന കാര്യം ചെയ്യുക. സോ ദൈവത്തിന് ഒരു ഹിതം ഉണ്ട്. അതെ, there are two kinds of will. ദൈവത്തിന് 2 തരത്തിലുള്ള ഹിതങ്ങൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. തിരുവചനം നിങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചു നോക്കുമ്പോൾ പൂർണ്ണഹിതം എന്ന് പറയുന്ന ഒരു ദൈവഹിതമുണ്ട്. സമ്പൂർണമായി 100% ദൈവത്തിന്റെ പൂർണ്ണഹിതം. അത് കേൾക്കണമേ. തിരുവചനം പറയുന്നു, ഒരു ദിവസം ആവർത്തിച്ച് ദൈവം ഇസ്രായേൽ സഭയെ നോക്കി പറയുന്നു, നിങ്ങൾക്ക് ജാതികളെ പോലെ മറ്റ് രാജാക്കന്മാർ വേണ്ട, ഞാൻ നിങ്ങൾക്ക് രാജാവായി ഉണ്ടല്ലോ. എന്നാൽ ജനം ദൈവത്തോട് വിളിച്ചു പറഞ്ഞു, ജാതികൾക്ക് രാജാവ് ഉള്ളതുപോലെ ഞങ്ങൾക്കും രാജാവ് വേണം. 1 ശമൂവേൽ 10-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, കീശിന്റെ മകനാകുന്ന ശൗലിനെ ദൈവം രാജാവായി കൊടുത്തു. എന്നാൽ സഹോദരങ്ങളെ, ദൈവം ശൗലിനെ ഇസ്രായേൽ ജനത്തിന് രാജാവായി കൊടുത്തത് പൂർണ്ണഹിതം അല്ലായിരുന്നു. That was a permissive will rather than it was not the perfect will. അത് സമ്പൂർണമായ ഒരു ദൈവഹിതം അല്ലായിരുന്നു. വീണ്ടും വചനം പറയുന്നു, യെശയ്യാ പ്രവചനം 38-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, ഹിസ്കിയാവിന് ഒരു പ്രത്യേക സമയത്ത് മരിക്കത്തക്ക രോഗം വന്നു. അവൻ മരണാസനായി കിടക്കുമ്പോൾ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടിട്ട് അവന്റെ ആയുസ്സിന് 15 സംവത്സരം ദീർഘമാക്കി എന്ന് വേദപുസ്തകം പറയുന്നു. എന്നെ പോലെയുള്ള പ്രാസംഗികന്മാർ ഈ പ്രകാരം പറയാറുണ്ട്, ദൈവം ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് 15 സംവത്സരം കൂട്ടിക്കൊടുത്തു. എന്നാൽ ആ 15 സംവത്സരം എന്തോ സംഭവിച്ചു. ആ 15 സംവത്സരത്തിൽ മനശ്ശെ എന്ന് പേരുള്ളതായ ഒരു മകൻ ജനിച്ചു. വേദപുസ്തകം കൃത്യവും വ്യക്തവുമായി പഠിപ്പിക്കുന്നു, മനശ്ശെ എന്ന് പറയുന്നതായ ആ രാജാവ് നിമിത്തം, അവൻ ചെയ്ത പാപം നിമിത്തം ഇസ്രായേൽ ജനത്തിന് രാജ്യം നഷ്ടപ്പെടുകയുണ്ടായി. മനശ്ശെ അതെ ഹിസ്കിയാവിന്റെ മകൻ അത്രേ. ഹിസ്കിയാവ് ആ പ്രാർത്ഥനയ്ക്ക് മുൻപ് മരിച്ചിരുന്നു എങ്കിൽ, ഹിസ്കിയാവിന് ആ 15 സംവത്സരം ദൈർഘ്യമായി ലഭിക്കാതെ ഇരുന്നു എങ്കിൽ മനശ്ശെ ജനിക്കത്തില്ലായിരുന്നു. സോ ഹിസ്കിയാവിന് ആയുസ് ദീർഘമാക്കി കൊടുത്തത്, ഒരു മനസ്സ് ഉളവായത് ദൈവത്തിന് സമ്പൂർണ്ണ ഹിതം എന്ന് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോട്, ഓരോ ജീവിതങ്ങളോട് അതേ സ്തോത്രം പറഞ്ഞു വരുന്നത്, സ്റ്റാൻഡ് ഇൻ ദ സെന്റർ ഓഫ് ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് വെയർ ദ ഡെവിൾ cannot touch you. ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിന്റെ മധ്യത്തിൽ നിന്നാട്ടെ. ദൈവഹിതത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ സാത്താന് നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. ജീവിതത്തിൽ എന്തൊക്കെ കടന്നു വന്നാലും, ജീവിതത്തിൽ എത്ര പരാധീനതകൾ വന്നാലും, ഈ ദിവസം കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം, അതേ നിന്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ അതേ വെളിപ്പെടണമേ. വേദപുസ്തകം പറയുന്നു, സങ്കീർത്തനം 40:8 നിങ്ങൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 10-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവ് യേശു ക്രിസ്തു മനുഷ്യയെ പോലെയോ കീശിന്റെ മകൻ ശൗലിനെ പോലെയോ ഇംപെർഫെക്റ്റ് വില്ലല്ല, ദൈവത്തിന് പൂർണ്ണ ഹിതത്തിനു വേണ്ടി, സമ്പൂർണ്ണ ഹിതത്തിനു വേണ്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ യേശു കർത്താവ് ഏൽപ്പിച്ചു. നമ്മുടെ മുൻമാതൃക കർത്താവ് യേശു അത്രേ. എന്നും എപ്പോഴും എവിടെയും ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിനു വേണ്ടി യേശു കർത്താവ് ഏൽപ്പിച്ചു. ഇപ്രകാരം പറഞ്ഞു, പിതാവേ നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എല്ലാ സമയത്തും ദൈവഹിതം ചെയ്യുവാൻ മാത്രം അവൻ പ്രാർത്ഥിച്ചു. ദൈവഹിത പ്രകാരം അവൻ ശുശ്രൂഷിച്ചു. ദൈവഹിത പ്രകാരം അവൻ കടന്നുപോയി. അതുകൊണ്ട് അത്ര യേശു കർത്താവ് അല്പം തലക്കനത്തോടെ എന്ന് വേണമെങ്കിൽ പറയത്ത ക്രമത്തിൽ പറഞ്ഞത്, എന്റെ അയച്ച എന്റെ പിതാവിന് ഇഷ്ടം ഞാൻ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അവൻ എന്നെ വെറുതെ വിടുകയില്ല. യോഹന്നാൻ 4:34 യേശു കർത്താവ് പറഞ്ഞു, എന്നെ അയച്ചവന് ഇഷ്ടം ചെയ്ത് അത് തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്ന കർത്താവ് യേശു ക്രിസ്തു ഈ പ്രകാരം പറഞ്ഞു, പിതാവേ നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എബ്രായർ 10:7, സങ്കീർത്തനം 40:8. ഈ 2 ഭാഗങ്ങളിൽ പിതാവായി ദൈവത്തിന് യേശു കർത്താവിന് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, നിന്റെ ഹിതം മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. യോഹന്നാൻ 4:34. അതുകൊണ്ട് അത്ര യേശു കർത്താവ് പുരുഷാരൻ കേൾക്കെ വിളിച്ചു പറഞ്ഞത്, എന്നെ അയച്ച അവന്റെ ഇഷ്ടം ചെയ്ത് തികയ്ക്കുന്നത് അത്രേ എന്റെ ആഹാരം. അതേ സഹോദരങ്ങളെ, ഈ ദിവസത്തിലും 100% പിതാവായ ദൈവത്തിന് തന്നെത്താൻ സമർപ്പിച്ച കർത്താവ് യേശു ക്രിസ്തുവിനെ മുൻമാതൃകയാക്കി നമുക്കും ദൈവത്തോട് പറയാം, എന്തൊക്കെ കടന്നു വന്നാലും എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ അങ്ങയുടെ ഹിതം മാത്രമേ നടക്കാവൂ. ശക്തനായ ഒരു ദൈവത്തിന്റെ പൈതൽ ഒരിക്കൽ ഇപ്രകാരം എന്നോട് പറഞ്ഞു, എല്ലാ
ദിവസം ഇപ്രകാരം പ്രാർത്ഥിക്കും അത്രേ, ഷട്ട് അഗൈൻസ്റ്റ് മീ ഓൾ ദ ഡോർസ് എക്സെപ്റ്റ് ദ റൈറ്റ് വൺ. ദൈവഹിതമില്ലാത്തതായ എല്ലാ വാതിലുകളും എൻ്റെ മുൻപിൽ അടഞ്ഞ് ദൈവഹിതമുള്ളത് മാത്രം തുറക്കണമേ, ദൈവഹിതമുള്ളത് മാത്രം തുറക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവഹിതം മാത്രം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ഗദശമന തോട്ടത്തിൽ കരയിൽ പിടിച്ചിട്ട മത്സ്യം കണക്ക് യേശു കർത്താവ് പിടക്കുകയായിരുന്നു. എനിക്ക് നിനക്ക് മുൻമാതൃക ഏതോ രാജാവോ ഏതോ പ്രവാചകനോ ഏതോ പുരോഹിതനോ അല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ കർത്താവ് യേശു ക്രിസ്തു അത്രേ. 2000 വർഷങ്ങൾക്കും അവൻ ഈ ലോകത്തിൽ കടന്നു വരുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അവന് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. എബ്രായർ 10:7. സങ്കീർത്തനം 40:8. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് 2 പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാകുന്നതുപോലെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ യേശു കർത്താവ് ഒരു വാക്ക് കൊടുത്തിരുന്നു, എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ഹിതം മാത്രം ഞാൻ ചെയ്യും. ശക്തനായ ഒരു ദൈവത്തിന്റെ ദാസൻ ഒരിക്കൽ എന്നോട് ഇപ്രകാരം പറയുകയുണ്ട്, എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കും അത്രേ, ഷട്ട് അഗൈൻസ്റ്റ് മീ ഓൾ ദ ഡോർസ് എക്സെപ്റ്റ് ദ റൈറ്റ് വൺ. അങ്ങേക്ക് ഹിതമില്ലാത്തതായ സകല വാതിലുകൾ എന്റെ മുൻപിൽ അടഞ്ഞിട്ട് ഹിതമുള്ളത് മാത്രം തുറക്കട്ടെ, ഹിതമുള്ള ശുശ്രൂഷകൾ മാത്രം, ഹിതമുള്ള സ്ഥലങ്ങൾ മാത്രം, ഹിതമുള്ളതായ കാര്യങ്ങൾ മാത്രം എന്റെ മുൻപിൽ തുറക്കട്ടെ. കാര്യമെന്ത്? ദൈവഹിതത്തിൽ നിന്ന് നോക്ക്, സാത്താൻ നിന്റെ കാൽക്കീഴായി ചതയ്ക്കപ്പെടും. ദൈവഹിതത്തിൽ നിൽക്കുന്നവനെ തൊടുവാൻ, ദൈവഹിതത്തിലുള്ള നിൽക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ പിശാചിന് ഒരിക്കലും കഴിയുകയില്ലേ ഇല്ല. യേശു കർത്താവും ഗദശമന തോട്ടത്തിൽ കരയിൽ പിടിച്ചിട്ട മത്സ്യം കണക്ക് പിടയുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു. മാർക്കോസ് സുവിശേഷം 14, 35, 36 വാക്യങ്ങൾ, ലൂക്കോസ് സുവിശേഷം 22, 21 വാക്യങ്ങളിൽ രക്തം വിയർപ്പായി തീരുമ്പോഴും യേശു ഇങ്ങനെ അത്രേ പ്രാർത്ഥിച്ചത്, പിതാവേ, എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം എന്നിൽ നിറവേറട്ടെ. രക്തം അത് വിയർപ്പായി തീരുമ്പോൾ, വിയർപ്പ് രക്തമായി തീരുമ്പോൾ, വേദനയുടെ പരമോന്നതത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, അത് നിന്റെ ഹിതം മാത്രം നേടണമേ, നിന്റെ ഹിതം മാത്രം സംഭവിക്കട്ടെ. വേദപുസ്തകം പഠിപ്പിക്കുന്നു, യോഹന്നാൻ 4:34 യേശു അതുകൊണ്ട് അത്ര ഇപ്രകാരം പറഞ്ഞത്, എന്നെ അയച്ചവനെ ഇഷ്ടം ചെയ്യുന്നത് അത്രേ എന്റെ ആഹാരം. അതേ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം, നിന്റെ ഹിതം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും ആകണമേ. എന്റെ കുഞ്ഞുങ്ങളിൽ, എന്റെ ബിസിനസ്സിൽ, എന്റെ ആത്മീയത്തിൽ, എന്റെ ശുശ്രൂഷയിൽ, എന്റെ സഭയിൽ നിന്റെ ഹിതം മാത്രം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും ആകണമേ. സ്വർഗത്തിൽ എന്താ നടക്കുന്നത്? സ്വർഗം ഭൂമിയിലാകണമെന്ന്. സ്വർഗത്തിൽ എന്താ നടക്കുന്നത്? സ്വർഗത്തിൽ നടക്കുന്നത് ആരാധന അത്രേ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രസംഗിപ്പാനല്ല, രോഗികളെ സൗഖ്യമാക്കാനല്ല, സുവിശേഷ വേല ചെയ്യുവാനല്ല. അതെല്ലാം ആവശ്യം തന്നെ, അത് നന്നായി നടക്കട്ടെ. അതിനേക്കാൾ ഉപരിയായി നിന്നെയും എന്നെയും ആത്മാവം ദൈവം സൃഷ്ടിച്ചത് ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിപ്പാൻ വേണ്ടി അത്രേ. സ്വർഗത്തിൽ നടക്കുന്നത് ആരാധന. വേദപുസ്തകം പഠിപ്പിക്കുന്നു, സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും ആകണമേ. സ്വർഗത്തിൽ ആരാധനയുടെ 3 ശബ്ദങ്ങൾ ഉണ്ട്. ഒന്നാമതായി അത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം. സ്വർഗത്തിൽ ഉയരുന്ന ഒന്നാമത്തെ ആരാധനയുടെ ശബ്ദം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ്? നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്ന പോലെ ഭൂമിയിലും ആകണമേ എന്ന് നാം ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ഉയരുന്നതായ ആരാധനാ ശബ്ദം എന്താണ്? ലക്ഷോപലക്ഷ